പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണയെ തളയ്ക്കാൻ നിർണായക നീക്കമാണ് ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനായി തന്നെ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് അധികാരികൾ. ഓരോ അധികാരികളും നിർണായക നീക്കമാണ് കൈക്കൊള്ളുന്നത് തന്നെ. ഇപ്പോഴിതാ സൗദിയിൽ തിങ്കളാഴ്ച വൈകിട്ട് മുതൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സൽമാൻ രാജാവാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. കൊറോണ വൈറസ് വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ നിയന്ത്രണ നടപടികളുടെ ഭാഗമായിട്ടാണ് കർഫ്യൂ ഏർപ്പെടുത്തുന്നത്. വൈകിട്ട് 7 മുതൽ പുലർച്ചെ 6 വരെയാണ് കർഫ്യൂ. മാർച്ച് 23 മുതൽ അടുത്ത 21 ദിവസത്തേക്ക് കർഫ്യൂ തുടരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിനിടെ സൗദിയിൽ ഞായറാഴ്ച മാത്രം 119 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് ആകെ രോഗബാധിതരുടെ എണ്ണം 511 ആയതായി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. സ്വന്തം സുരക്ഷയ്ക്കായി കർഫ്യൂ സമയങ്ങളിൽ പൗരന്മാരും താമസക്കാരും ഒരുപോലെ അവരുടെ വീടുകളിൽ തന്നെ തങ്ങാൻ മന്ത്രാലയം നിർദ്ദേശിക്കുകയുണ്ടായി. പൊതു സ്വകാര്യ രംഗത്തെ സുപ്രധാന മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ കർഫ്യൂവിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. കോവിഡ് ഭീഷണി നേരിടാൻ കർക്കശ നടപടികളുമായാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഒരുമിച്ചായിരിക്കുന്നത്. സൗദി അറേബ്യയിൽ തിങ്കളാഴ്ച മുതലാണ് രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചുകൊണ്ട് സൽമാൻ രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വൈകുന്നേരം 7 മുതൽ പുലർച്ചെ 6 വരെ ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്ന കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനാൽ തന്നെ ഓരോ പ്രവാസികളും ഈ നിയന്ത്രണം കൃത്യമായി പാലിക്കണമെന്നും അറിയിച്ചുകൊള്ളുന്നു. 21 ദിവസം കർഫ്യൂ തുടരുകയും ചെയ്യും. കർഫ്യൂ നടപ്പാക്കുന്നതിന് സിവിൽ സൈനിക വിഭാഗങ്ങൾ ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിക്കണമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. സുരക്ഷ, സൈനികം, മാധ്യമം, ആരോഗ്യം എന്നിങ്ങനെയുള്ള തന്ത്രപ്രധാന മേഖലകളെ കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. അത്യാവശ്യങ്ങൾക്കല്ലാതെ ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നാണ് അറിയിപ്പ്. പൊതുജനാരോഗ്യം സംരക്ഷിക്കേണ്ടത് സ്വദേശികളുടെയും പ്രവാസികളുടെയും ബാധ്യതയാണെന്നും മഹാമാരിയുടെ വ്യാപനത്തിന് ആരും കാരണക്കാരാവരുതെന്നും സൽമാൻ രാജാവിന്റെ ഉത്തരവ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ UAEയിൽ ഇന്നു മുതൽ എല്ലാ യാത്രാ വിമാനങ്ങൾക്കും വിലക്കും ഏർപ്പെടുത്തി കഴിഞ്ഞു. ചരക്ക് വിമാനങ്ങളും ആളുകളെ അടിയന്തരമായി ഒഴിപ്പിക്കുന്ന വിമാനങ്ങളും മാത്രമേ അനുവദിക്കൂ. UAEയിലെ വിമാനത്താവളങ്ങളിൽ ഇറങ്ങിയുള്ള ട്രാൻസിറ്റ് യാത്രയും അനുവദിക്കുന്നതല്ല. എന്നാൽ സൗദിയിൽ ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 72 പേർ മക്കയിലാണ്. റിയാദിൽ 34 പേർക്കും ഖത്തീഫയിൽ 4 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. അൽ ഹസയിലും അൽ ഖോബാറിലും 3 വീതം, ദമാമിലും ദഹ്റാമിലും കസീമിലും ഓരോരുത്തർക്കുമാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 511 ആയതായി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ഇതിൽ 17 കുട്ടികളും ഉൾപ്പെടുന്നതാണ്. രോഗം ഭേദമായി ആശുപത്രി വിട്ടവരുടെ എണ്ണം 18 ആയെന്നും മന്ത്രാലയം അറിയിച്ചു. കൊറോണ വ്യാപനം തടയുന്നതിനായുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നടപടികൾക്ക് പൂർണ്ണ പിന്തുണയുമായി സ്വകാര്യ മേഖലയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കോവിഡ് കൂടുതലായി റിപ്പോർട്ട് ചെയ്ത കിഴക്കൻ പ്രവിശ്യയിലും റിയാദിലും സ്വകാര്യ ഹോട്ടലുകൾ ക്വാറന്റൈൻ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ആരോഗ്യ മന്ത്രാലയത്തിന് വിട്ടു നൽകിയിരിക്കുകയാണ്. റിയാദിൽ മാത്രം 13 മുന്തിയ ഹോട്ടലുകളാണ് ക്വാറന്റൈൻ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. ഇത്തരത്തിൽ മക്കയിലെ ആഡംബര ഹോട്ടലുകളും ആരോഗ്യ മന്ത്രാലയത്തിന് സൗജന്യമായി നൽകിയിട്ടുണ്ട്. അതേസമയം കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിപണിയിലെ കരിച്ചന്ത തടയാനായി മാസ്കുകളും അണുനശീകരണ ലായനികളും വിൽക്കുന്ന കടകളിലും മൊത്ത വിതരണ കേന്ദ്രങ്ങളിലും ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. മാസ്കുകളുടെയും സാനിറ്റൈസറുകളുടെയും ഗുണമേന്മയും അധികൃതർ ഉറപ്പുവരുത്തുകയാണ്. ഹാനികരമായ സാനിറ്റൈസർ വിപണിയിൽ എത്തിക്കുന്നതിനെതിരെ സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തുടർന്ന് കർശന നിയന്ത്രണങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഓരോന്നും പുലർത്തിപ്പോരുന്നത്. ഇത് പ്രവാസികൾക്കും കൂടി ബാധകമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.